ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹനോയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഹലോങ് ബേ എന്ന സ്ഥലത്തെത്തുക. ഇന്നലെ ഞങ്ങൾ ഹനോയിൽ നിന്ന് തന്നെ വേറൊരു സൈഡിലേക്കാണ് പോയിരുന്നത്. ഇതൊരു ബീച്ച് സൈഡാണ്. ഇവിടെ 1963 ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളുടെ ഇടയിലൂടെയുള്ള നല്ല ഭംഗിയുള്ള യാത്രയാണ്. ആൻഡ് ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ തിരൂരങ്ങാടിക്കാരനായിട്ടുള്ള ജലീൽ മാഷാണ്. ജലീൽ കൊയപ്പ 15ഓളം PSC എഴുതിയെടുത്ത ഒരു ഗംഭീര മുതലാണ്. മാഷ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, ഒന്നും പറയാനില്ല. വളരെ വൈബുള്ളൊരു സ്ഥലം. ജീവിതത്തിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സൈറ്റാണത്. വിയറ്റ്നാം സന്ദർശിക്കുന്നവർ പലപ്പോഴും ഹോച്ചിമിൻ മാത്രം സന്ദർശിച്ച് പോവുകയും മറ്റ് സ്ഥലങ്ങൾ കാണാതെ ഒരു രാജ്യം സന്ദർശിച്ചു എന്ന് മാത്രം അവകാശപ്പെടുന്ന അപ്പുറം മറ്റൊന്നും അവർക്ക് ലഭിക്കുകയില്ല. തീർച്ചയായിട്ടും ഹനോയ് വരികയാണെങ്കിൽ ഈ ഹലോങ് ബേ ബീച്ച് തീർച്ചയായിട്ടും അവർ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും. 1969 ദ്വീപുകളും നിർമ്മിച്ചിട്ടുള്ളത് പ്രകൃതിദത്തമായ ദ്വീപുകളാണ്. ഇതെല്ലാം ഫോം ചെയ്തിട്ടുള്ളത് ലൈംസ്റ്റോൺ. അതിൻ്റെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ്. ഈ ലൈംസ്റ്റോൺ കൊണ്ട് രൂപപ്പെട്ട ദ്വീപുകളാണ് ഇതെല്ലാം. ഈ ദ്വീപ് ഇതുപോലെ നിലനിർത്തുക എന്നുള്ളത് സഞ്ചാരികൾ ആകർഷിക്കാൻ തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണിത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ യുനെസ്കോ ഉൾക്കൊള്ളിച്ചത്. നല്ല ഒരു ശാന്തമായൊരു അന്തരീക്ഷം. നമ്മളുടെ ക്രൂയിസിൽ വന്നിട്ട് ക്രൂയിസ് നിർത്തിയതിന് ശേഷം അതിൽ നിന്ന് പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതായത് രാവിലെ വന്നതിന് ശേഷം നമ്മളൊരു ക്രൂയിസിൽ കയറി. ക്രൂയിസിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളുടെ കൂടെ ഡാഡി ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ ഫുഡ്? സൂപ്പർ. അതാ അവിടെ നമ്മളുടെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഈ ഹാളിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മളിനി നമ്മളെ കൂടെയുള്ള ടീമുണ്ട്. ടീമിനൊന്ന് കാണിച്ചു കൊടുക്കും. ഹലോ, അപ്പോൾ വിയറ്റ്നാമിലെ വീണ്ടും കാഴ്ചകൾ. താങ്ക് യു.